ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയ്ഡ്കോ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ഓഫ് കേരള ലിമിറ്റഡ്. റെയ്ഡ്കോ അതിൻ്റെ ഫുൾ ഫോം റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ഓഫ് കേരള ലിമിറ്റഡ്. റെയ്ഡ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1972 ഓഗസ്റ്റ് 31. റെയ്ഡ്കോ വാസ് രജിസ്റ്റേർഡ് ഓൺ 1972 ഓഗസ്റ്റ് 31. റെയ്ഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂർ. റെയ്ഡ്കോ ഈസ് അറ്റ് കണ്ണൂർ. അപ്പോൾ രജിസ്റ്റർ ചെയ്തത് 1972 ഓഗസ്റ്റ് 31. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കണ്ണൂർ. ഇനി നമ്മളോട് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, ഫാമിലി കറി പൗഡർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്. അതായത് ഫാമിലി കറി പൗഡർ എന്ന് പറയുന്നത് ഏതിൻ്റെ പ്രോഡക്റ്റാണ്? ഒരു അഗ്രോ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റെയ്ഡ്കോയുടെ പ്രോഡക്റ്റാണ് ഫാമിലി കറി പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ എന്തൊക്കെ മനസ്സിലാക്കി? 1972 ഓഗസ്റ്റ് 31 റെയ്ഡ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. ഫാമിലി കറി പൗഡർ എന്ന് പറയുന്നത് ആരുടെ ഉൽപ്പന്നമാണ്? ഏത് സ്ഥാപനത്തിൽ നിന്നാണ് പുറത്തിറക്കുന്നതെന്ന് വെച്ചാൽ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ഓഫ് കേരള ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന റെയ്ഡ്കോയാണ്. അതുപോലെ ഇവരുടെ ഫ്രൂട്ട് കാനിങ് യൂണിറ്റ് ഉണ്ട്. റെയ്ഡ്കോയുടെ ഫ്രൂട്ട് കാനിങ് യൂണിറ്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മട്ടന്നൂരാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 1972 ഓഗസ്റ്റ് 31 രജിസ്റ്റർ ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. ഫാമിലി കറി പൗഡർ എന്ന് പറയുന്നത് റെയ്ഡ്കോയുടെ പ്രോഡക്റ്റാണ്. റെയ്ഡ്കോയുടെ ഫ്രൂട്ട് കാനിങ് യൂണിറ്റ് സിറ്റുവേറ്റ് ചെയ്യണത് മട്ടന്നൂരാണ്. അതുപോലെ റബ്ബർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് പമ്പ് സെറ്റ് യൂണിറ്റ് ഓഫ് റെയ്ഡ്കോ ആർ അറ്റ്. അതായത് റെയ്ഡ്കോയുടെ റബ്ബർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് പമ്പ് സെറ്റ് യൂണിറ്റ് എവിടെയാണ് എന്നുള്ളതാണ്. ഇത് കുന്നത്തും ചാലാണ്. റബ്ബർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് പമ്പ് സെറ്റ് യൂണിറ്റ് റെയ്ഡ്കോ ആർ കണ്ണത്തും ചാൽ. KANNOTHUMCHAL. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു മക്കളെ? 1972 ഓഗസ്റ്റ് 31 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. ഫാമിലി കറി പൗഡർ എന്ന് പറയുന്ന റെയ്ഡ്കോയുടെ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഫ്രൂട്ട് കാനിങ് യൂണിറ്റ് മട്ടന്നൂരാണ്. റബ്ബർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് പംസെറ്റ് യൂണിറ്റ് കൊന്നത്തും ചാല്. ഇനി ഇവരുടെ ഏത് ടൈപ്സിലുള്ള സൊസൈറ്റിയാണ്? അപ്പോൾ നമ്മൾ അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി, ഫെഡറൽ ടൈപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ റെയ്ഡ്കോ ഏത് ടൈപ്പിലാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിക്കാറുള്ളതാണ്. വാട്ട് കൈൻഡ് ഓഫ് സൊസൈറ്റി ഈസ് റെയ്ഡ്കോ എന്ന് ചോദിച്ചാൽ അത് ഫെഡറൽ ടൈപ്പിലുള്ള സൊസൈറ്റിയാണ്. ഫെഡറൽ ടൈപ്പ് സൊസൈറ്റിയാണ്. പിന്നെ റെയ്ഡ്കോയുടെ ഫാമിലി കറി പൗഡർ ഫാക്ടറി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റെയ്ഡ്കോയുടെ ഫാമിലി കറി പൗഡർ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യണത് മാവിലയിൽ, അതായത് കണ്ണൂർ മാവിലയിലാണ് റെയ്ഡ്കോയുടെ കറി പൗഡർ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ വിച്ച് പ്ലേസ് റെയ്ഡ്കോ പംസെറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ലൊക്കേറ്റഡ്. അതായത് പംസെറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? കാഞ്ഞങ്ങാടാണ് കേട്ടോ, കാഞ്ഞങ്ങാട്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇൻ വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ഗീവ് എ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു റെയ്ഡ്കോ? NCDC ആണ്. NCDC. അപ്പോൾ 1972 ഓഗസ്റ്റ് 31 രജിസ്റ്റർ ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. ഫാമിലി കറി പൗഡർ ആരുടെ പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ മറക്കണ്ട, റെയ്ഡ്കോയുടെയാണ്. ഫ്രൂട്ട് കാനിങ് യൂണിറ്റ് എവിടെയാണ്? മട്ടന്നൂരാണ്. പമ്പ് സെറ്റ് ആൻഡ് റബ്ബർ മാനുഫാക്ചറിങ് യൂണിറ്റ് കണ്ണത്തുംചാല്. അതുപോലെ തന്നെ ഏത് ടൈപ്സിലുള്ള സൊസൈറ്റി ആണെന്ന് വെച്ചാൽ ഫെഡറൽ ടൈപ്പാണ്. ഇതിൻ്റെ ഫാമിലി കറി പൗഡർ ഫാക്ടറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മാവിലയിലാണ്. റെയ്ഡ്കോയുടെ പമ്പ് സെറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് കാഞ്ഞങ്ങോടാണ്. ഇനി വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു റെയ്ഡ്കോ? അല്ലേ, റെയ്ഡ്കോയ്ക്ക് ആരാണ് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്? NCDC ആണ് റെയ്ഡ്കോയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാം. ഹു ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ഓഫ് റെയ്ഡ്കോ?
റെയ്ഡ്കോയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സായിട്ട് വരുന്നത് ആരാണ് എന്നുള്ളതാണ്. പ്രൈമറി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. പ്രൈമറി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എന്തായാലും മറക്കില്ല അല്ലേ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ഓഫ് കേരള ലിമിറ്റഡ് ആണ് റെയ്ഡ്കോ. 1972 ഓഗസ്റ്റ് 31 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. ഫാമിലി കറി പൗഡർ ആണ് റെയ്ഡ്കോ എന്ന് പറയുന്നത്. ഈ ഫാമിലി കറി പൗഡർ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത് മാവിലയിൽ, അതായത് കണ്ണൂർ ജില്ലയിലെ മാവിലയിലാണ്. ഫ്രൂട്ട് കാനിങ് യൂണിറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ മട്ടന്നൂരാണ്. റബ്ബർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് പമ്പ് സെറ്റ് യൂണിറ്റ് കണ്ണത്തുംചോലാണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കാഞ്ഞങ്ങോടാണ്. ആരാണ് ഈ റെയ്ഡ്കോയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നത്? NCDC ആണ്. ആരാണ് ഇതിനകത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ പ്രൈമറി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് റെയ്ഡ്കോ എന്ന് പറയുന്നത്. മറക്കണ്ട. റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ഓഫ് കേരള ലിമിറ്റഡ്. കൃത്യമായിട്ട് പഠിക്കുക. ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഓർത്തെടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞു പഠിക്കുക. ഓക്കെ, താങ്ക് യു.